ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം ഇതുപോലെ ഓടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഐഡ്ലിങ്ങിൽ ഇടുകയാണ്. അതായത് നമ്മുടെ വാഹനം എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് പാർക്ക് ചെയ്തിട്ട് വാഹനം ഓഫ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം എ സി ഒക്കെ ഓണാണ്. അതായത് നമുക്കിപ്പോൾ കാണാം നമ്മുടെ എ സി ഓണാണ്. സ്റ്റീരിയോ ഒക്കെ ഓണാക്കി പാട്ടൊക്കെ കേട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് കുറേ നേരം നമ്മുടെ വാഹനം ഐഡ്ലിങ്ങിൽ തന്നെ നിർത്തിയിടുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇതുപോലെ വാഹനം കുറേ നേരം ഐഡ്ലിങ്ങിൽ ഇട്ടാൽ രാകേഷ് എന്തെങ്കിലും കുഴപ്പം വരാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമോ, അല്ലെങ്കിൽ വാഹനം അങ്ങനെ ഇട്ടിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വാഹനം ഇങ്ങനെ ഐഡ്ലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുന്നതുകൊണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് സംഭവിക്കാനുള്ള രണ്ട് മൂന്ന് ചെറിയ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയും. അതായത് നമ്മുടെ വാഹനത്തിനകത്ത് എത്രയാണ് സാധാരണ മൈലേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു മൈലേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ വാഹനത്തിലിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 82,000 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു 82,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിനകത്തുള്ളൊരു ഫ്യൂവലിൻ്റെ കണക്ക് വെച്ച് എനിക്ക് ഒരു 100 കിലോമീറ്റർ കൂടെ ഓടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്യൂവലാണ് കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വരുന്ന വേറെ ലോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഈ വാഹനം ഓടുന്ന സമയത്ത് കിട്ടുന്ന മൈലേജും നിർത്തിയിട്ട് എ സി ഇടുന്ന സമയത്ത് കിട്ടുന്ന മൈലേജും രണ്ടാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനം നിർത്തിയിട്ട സമയത്ത് നമ്മുടെ ഫാൻ, അതായത് റേഡിയേറ്ററിൽ വരുന്ന ഫാൻ, ചില വാഹനങ്ങൾ റേഡിയേറ്റർ ഫാൻ, ചില വാഹനങ്ങൾക്ക് കണ്ടൻസറിന് സെപ്പറേറ്റ് ഫാൻ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഫാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. വർക്ക് ചെയ്യും. പക്ഷേ വാഹനം ഓടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൂളിംഗ്, അതായത് നമ്മുടെ കണ്ടൻസറിൻ്റെ കൂളിംഗ്, അത് ഈ കണ്ടൻസർ എന്ന് പറയുന്ന യൂണിറ്റ് തണുപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ലിക്വിഡ് നമ്മുടെ നേരെ ഇവാപ്പറേറ്റർ അസംബ്ലിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന കൂളിംഗ് കോയിലോട്ട് വരത്തുള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ള രീതിക്ക്, അല്ലെങ്കിൽ അത് നന്നായിട്ടൊന്ന് കൂൾ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ വരുമ്പോഴത്തേക്കും കൂളിംഗ് പെർഫെക്റ്റ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ടൻസറിൻ്റെ ഫാൻ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്കയായിട്ട് നമുക്ക് കൂളിംഗ് കിട്ടുന്നതായിരിക്കും. ഈ നിർത്തിയിട്ട കൂളിംഗ് കിട്ടത്തില്ലെന്നല്ല, പക്ഷേ അന്നേരം ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ടൻസർ പെട്ടെന്ന് തണുക്കുന്നതിനനുസരിച്ച്, അതായത് എയർ കയറി വരുന്നതുകൊണ്ട് ഫാൻ വലിച്ചെടുക്കുന്നതുകൊണ്ട്, ഈ രണ്ടും കൂടെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫിഷ്യൻസി ഒരിക്കലും നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ട്, അതായത് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. മൈലേജ് കുറയാനുള്ളൊരു കാര്യം, കണ്ടിന്യൂസ് കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഓടുന്ന സമയത്താണെങ്കിൽ കുറച്ച് നേരമെങ്കിലും നമ്മുടെ കംപ്രസർ ഇടയ്ക്കൊന്ന് കട്ട് ഓഫ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐഡ്ലിങ്ങിൽ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും കൂളൻ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ റേഡിയേറ്റർ ഫാനിന് കംപ്ലയിൻ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഹനം ഓവർ ഹീറ്റ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ വാഹനം നിർത്തിയിടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഞാനൊരു 1 അവർ ഇരുന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണവശാലും ഇതുപോലെ നിങ്ങൾ ഗ്യാരേജിൽ ഇടരുത്. അതായത് വാഹനം ഏതെങ്കിലും ഒരു ഗ്യാരേജിനകത്താണ് പാർക്ക് ചെയ്യുന്നത്, ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്, ഫ്രണ്ട് മാത്രം ഓപ്പൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്തിടരുത്. ഇതിപ്പോൾ ഞാനൊരു ഓപ്പൺ സ്പേസിലാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഓപ്പൺ സ്പേസിലാണ്. ഈ ഒരു ഓപ്പൺ സ്പേസിലാണ് നമ്മൾ വാഹനം ഇടുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒരു ക്ലോസ്ഡ് ഏരിയയിലൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഇടരുത്. കാരണം ഈ പുറത്തോട്ട് പോകുന്ന എയർ കുറച്ചെങ്കിലും നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറും. അങ്ങനെ ബേൺഡ് ഗ്യാസ് നമ്മുടെ വാഹനത്തിനകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വസിച്ചാൽ നമുക്കതൊരു പ്രശ്നം വരുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വെറുതെ ഐഡ്ലിങ്ങിൽ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമ്മുടെ വാഹനത്തിന് വരുന്നില്ല.